ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ ആറ്റംസ് എന്നുള്ള 12th ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റംസിനെ കുറിച്ച് അല്ലെങ്കിൽ ആറ്റംസിന്റെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആറ്റം മോഡൽസിനെ കുറിച്ചുള്ള ചെറിയൊരു ഹിസ്റ്ററിയും അതുമായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ ഒരു ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. എന്നാലും വളരെ എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള പഠിക്കാൻ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ആറ്റംസ്. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഒക്കെ, ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ. ഓക്കെ. അപ്പൊ ഇതിന്നിപ്പോ ഒരു 2 to 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറ്. ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വെയിറ്റേജ് കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ വായിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ ആറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ആറ്റം മോഡൽസിനെ കുറിച്ചാണ്. ആറ്റംസിന്റെ ആറ്റം മോഡൽ അല്ലെങ്കിൽ ആറ്റം സ്ട്രക്ചർ എന്നും പറയാം നമുക്ക്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് അറിയാം, ഇന്ന് നമുക്കിപ്പം ആറ്റംസിനെ കുറിച്ച് അറിയാം. ഇന്നത്തെ നമ്മുടെ ആറ്റം മോഡൽ, അതായത് ആറ്റത്തിന്റെ സെന്ററിൽ പോസിറ്റീവ് മാസ് ഉള്ള അല്ലെങ്കിൽ മാസ് അല്ല, പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ ചുറ്റും ഓർബിറ്റിലായിട്ട് ഇലക്ട്രോൺസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്നറിയാം. പക്ഷെ ആദ്യ കാലങ്ങളിലൊന്നും എന്താണ്, ആറ്റംസിനെ കുറിച്ചൊക്കെ സ്റ്റഡി നടക്കുന്നതിന് മുമ്പ് ഇതൊന്നും കണ്ടെത്തിയില്ല. ഇതൊക്കെ എന്താണ്, ഓരോ സയന്റിസ്റ്റുകൾ ഓരോ കാലത്ത് കണ്ടുപിടിച്ച ഓരോ ഡിസ്കവറിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ആറ്റം മോഡലൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പൊ ഈ ഒരു ആറ്റം മോഡൽസിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ സ്ട്രക്ചറിന്റെ ഒരു ഹിസ്റ്ററിയാണ് ഈ ഭാഗത്ത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് ആറ്റംസിനെ കുറിച്ച് സ്റ്റഡി നടത്തിയത് അല്ലെങ്കിൽ ആറ്റം മോഡലിനെ കുറിച്ച് പഠിച്ചത്, അതിനെക്കുറിച്ച് ഒരു ഒരു തിയറി പോലെ കൊണ്ടുവന്നത് ജെ തോംസൺ ആണ്. ആരാണ്? ജെ തോംസൺ. അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് പറയുന്നത്. ജെ തോംസൺ. ഓക്കെ. ഇപ്പൊ ജെ തോംസണ് തോംസൺ. അപ്പൊ ജെ തോംസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താണ്, ആറ്റത്തിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തി. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന മോഡലാണ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. ഓക്കെ. He revealed that the atoms of different elements contain negatively charged constituents that are identical for all atoms. However, atoms on a whole are electrically neutral. അദ്ദേഹം പറഞ്ഞു ആറ്റം എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. An atom must also contain some positive charge to neutralize the negative charge of electrons. അതായത് അദ്ദേഹം പറഞ്ഞു എന്താ, ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺസിനാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആറ്റം എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ന്യൂട്രൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു നെഗറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ചാർജ് വേണം അല്ലെ. അപ്പൊ നെഗറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യുക മീൻസ്, അതായത് ഇത് രണ്ടും ന്യൂട്രൽ ആവണമെങ്കിൽ ഈ നെഗറ്റീവ് എത്ര ചാർജ് ഉണ്ടോ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുമ്പോഴാണ് അതെന്ത് ചെയ്യാം, ന്യൂട്രൽ ആവുക. അപ്പൊ അതായത് ഇതിൽ ആദ്യം ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എന്തുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ അതിൽ പോസിറ്റീവ് ചാർജും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നതാണ് പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് അതായത് ആറ്റംസ് എന്ന് പറയുന്നത് ഒരു പുഡിംഗ് പോലെയാണ്. ഓക്കെ. പുഡിംഗ് പോലെയാണ്. ഇതിൽ എന്താണ്, ഈ പുഡിംഗിൽ ഒരുപാട് പ്ലംസ് ഉണ്ട്. അതായത് ഈ ബ്ലൂ ഡോട്ട് കാണിച്ചിട്ടില്ലേ, ഈ ബ്ലൂ ഡോട്ട് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ. ദെൻ ഈ ഒരു റെഡ് ഷേപ്പുള്ള ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് മാട്രിക്സ് ആണ്. ഓക്കെ. അതായത് ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, ആറ്റത്തിൽ യൂണിഫോം ആയിട്ട് പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ യൂണിഫോം ആയിട്ടുള്ള പോസിറ്റീവ് ചാർജിൽ നെഗറ്റീവ് ചാർജിലുള്ള ഇലക്ട്രോൺസ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് എന്ത് പറഞ്ഞത്, ജെ തോംസൺ അദ്ദേഹത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞത്. ഇതിന് നമ്മൾ ഓൾസോ വാട്ടർമെലൺ മോഡൽ എന്നും പറയാറുണ്ട്. അതായത് വാട്ടർമെലണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ റെഡിഷ് ഭാഗത്ത് എന്താണ്, അതില് ഇടയ്ക്കിടക്കായിട്ട് സീഡ്സ് ഉണ്ടാവില്ലേ, ബ്ലാക്ക് കളറില്, അതുപോലെയാണ് ഈ പ്ലം പുഡിംഗ് മോഡൽ. അതായത് ആ റെഡ് ഭാഗം, വാട്ടർമെലണിന്റെ റെഡ് ഭാഗം എന്താണ്, പോസിറ്റീവ് മെട്രിക്സ്. അതുപോലെ അതിൽ എംബഡ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് സീഡ്സ് എന്താണ്, ഇലക്ട്രോൺ ആയിട്ടും കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആറ്റത്തെ ഒരു വാട്ടർമെലണിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പൊ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് ജെ തോംസന്റെ ആറ്റം മോഡലിനെ പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റത്തിൽ യൂണിഫോം ആയിട്ട്, അതായത് ആറ്റത്തിൽ എല്ലായിടത്തും ഫുള്ള് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ആണ്, അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, പിന്നീട് അദ്ദേഹം പറഞ്ഞത് ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ചാർജ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പ്ലം പുഡിംഗ് മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. അതായത് ഇത്രയാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലിൽ പറയുന്നത്. അപ്പൊ എന്താണ് ഇതിൽ പ്ലം പുഡിംഗ് മോഡലിന്റെ മെയിൻ ഡ്രോബാക്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെറിയൊരു കൺസെപ്റ്റ് ആറ്റം മോഡലിന്റെ അല്ലെങ്കിൽ ആറ്റം സ്ട്രക്ചറിന്റെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ ആയിരുന്നു പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഇതിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള സയന്റിസ്റ്റുകളൊക്കെ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്ത്. എങ്കിൽ പോലും ഇതിന് കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. കാരണം ഇതിൽ എന്താണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ സെന്ററിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് അടുത്തൊരു ആറ്റം മോഡൽ കൊണ്ടുവന്നു. അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സയന്റിസ്റ്റ് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അടുത്തതായിട്ട് ആറ്റത്തിനെ കുറിച്ച് സ്റ്റഡി ഒക്കെ നടത്തിയത്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിനെ, റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ പറയുന്ന പേരാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ എന്ത് പറയും, പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്നും പറയാറുണ്ട്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഓക്കെ, ആ എക്സ്പെരിമെന്റിന് പറയുന്ന പേരാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് പറയാം. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾസിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തി. അങ്ങനെ ആ എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, ഓക്കെ, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ന്യൂക്ലിയർ മോഡൽ അല്ലെങ്കിൽ എന്ത് പറയും, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ദെൻ ഈ ഒരു മോഡൽ വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ വോളിയം കോൾഡ് ന്യൂക്ലിയസ്. അതായത് റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലിൽ നിന്നാണ് ന്യൂക്ലിയസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അതായത് ആറ്റത്തിലെ ജെ തോംസൺ പറഞ്ഞിരുന്നത് പോസിറ്റീവ് ചാർജ് ആറ്റത്തില് മൊത്തം യൂണിഫോം ആയിട്ട് ആറ്റത്തിൽ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ആര് പറഞ്ഞിരുന്നത്, ജെ തോംസൺ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇവിടെ റൂദർഫോർഡിന്റെ കേസിൽ വരുമ്പം ആറ്റം ഉണ്ട്, ആറ്റത്തിന്റെ സെന്ററിൽ ചെറിയ ഒരു സ്മോൾ വോളിയം, ചെറിയ ഒരു വോളിയത്തിലാണ് എന്തുള്ളത്, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ചാർജ് ആറ്റത്തിന്റെ സെന്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടെത്തിയത് ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അദ്ദേഹം എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്, അദ്ദേഹത്തിന്റെ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൂടെയാണ് ഏണസ്റ്റ് റൂദർഫോർഡ് ഇത് കണ്ടെത്തിയത്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു റൂദർഫോർഡിന്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെരിമെന്റിനെ കുറിച്ച് ആദ്യം ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു എക്സ്പെരിമെന്റിൽ അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ആണ് അല്ലെ, അതായത് ഇതിലെ സോഴ്സ് എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ ആണ്. ഇതിലെ സോഴ്സ് എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ ആണ്. ഈ ആൽഫ പാർട്ടിക്കിളിനെ അദ്ദേഹം എന്ത് ചെയ്തു, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇത് ആൽഫ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഈ ആൽഫ പാർട്ടിക്കിളിനെ ഒരു ഗോൾഡ് ഫോയിലിലേക്ക് ബോംബാർഡ് ചെയ്തു. ഓക്കെ, തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിലേക്ക് ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ ഇൻസിഡന്റ് ചെയ്യാണ്. അദ്ദേഹം ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയതാണ്. ഓക്കെ, ദെൻ ഈ ഒരു ബോംബാർഡ് ചെയ്യുമ്പോൾ ഇതിൽ എന്ത് ചെയ്യും, ഇതിലെ ഈ ഒരു ഇൻസിഡന്റ് റേ, ഓക്കെ, ആൽഫ പാർട്ടിക്കിളിന്റെ ഇവിടുന്ന് സ്കാറ്റർ ചെയ്യും അല്ലെ, പല ഡയറക്ഷനിലും സ്കാറ്റർ ചെയ്യും. അപ്പൊ ഈ സ്കാറ്റർ ചെയ്യുന്ന സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റിന് കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെ നടത്തി. ആ ഒബ്സർവേഷന്റെ ബേസിസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ എക്സ്പെരിമെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആൽഫ പാർട്ടിക്കിൾ തിൻ ഗോൾഡ് ഫോയിലിൽ ബോംബാർഡ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ,
വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗം, ഈ റൂദർഫോർഡിന്റെ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റും അതുപോലെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തെ കുറിച്ചൊക്കെ. ദെൻ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റിന്റെ ഒരു മാക്രോസ്കോപ്പിക് വ്യൂ, അതായത് വലിയ രീതിയിൽ മാക്രോസ്കോപ്പിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ എന്താണ് ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ് എന്ത് ചെയ്തു, ഈ ഒരു ഗോൾഡ് ഫോയിലിലേക്ക് ബോംബാർഡ് ചെയ്തു. ഓക്കെ, ഈ ഒരു ബ്ലൂ ആയിട്ട് കാണുന്നത് ഇതെന്താണ്, ഗോൾഡ് ഫോയിൽ ആണ്. ഓക്കെ, വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ ആണ്. എന്താ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2.1 × 10⁻⁷ മീറ്റർ. അത്രയും തിക്നെസ് കുറവായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിലേക്കാണ് ആൽഫ പാർട്ടിക്കിൾ ബോംബാർഡ് ചെയ്യുന്നത്. ഈ ഒരു ഗോൾഡ് ഫോയിൽ എവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഇതിന് ചുറ്റും ഒരു സ്ക്രീൻ ഉണ്ട്. ഓക്കെ, ഒരു സ്ക്രീനിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഗോൾഡ് ഫോയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്തിനായിരിക്കും സ്ക്രീൻ വെച്ചത്, ഇവിടുന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഇവിടെ സ്കാറ്റർ ചെയ്യുന്ന കണ്ടു അല്ലെ. ഗോൾഡ് ഫോയിലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ സ്കാറ്റർ ചെയ്യുന്നുണ്ട്. ആ സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസിന് ഇതിന്റെ ഉള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീൻ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്ക്രീനിന്റെ കൂടെ എന്തുണ്ട്, ഇത് ഒരു വാക്വം മീഡിയം, ഇവിടെ വാക്വം എഴുതിയ കണ്ടിട്ടില്ല, ഇതൊരു വാക്വം മീഡിയത്തിലാണ് ഈ മൊത്തം സെറ്റപ്പ്, ഈ എക്സ്പെരിമെന്റ് മൊത്തം ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത് എവിടെയാണ്, ഒരു വാക്വം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഈ എക്സ്പെരിമെന്റ് റൂദർഫോർഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിങ്ക് സൾഫൈഡ്. ഓക്കെ, സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ആണ്. ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ എന്താണ്, ഒരു റൊട്ടേറ്റബിൾ ഡിറ്റക്ടർ ഉണ്ട്, അതുപോലെ ഒരു മൈക്രോസ്കോപ്പും ഉണ്ട്. ഓക്കെ, ഒരു റൊട്ടേറ്റബിൾ ഡിറ്റക്ടർ ആണ് ഇവിടെ ഉള്ളത്, അതുപോലെ സിങ്ക് സൾഫൈഡ് കൊണ്ടുള്ള സ്ക്രീൻ ആണ്. ദെൻ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഈ സ്ക്രീനിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിറ്റക്ടർ. അതുപോലെ മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, മൈക്രോസ്കോപ്പ് അതിനെ മാക്രോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡയഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് പറയാം. ഓക്കെ, ആ എക്സ്പെരിമെന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ഈ ഒരു പിക്ചറും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ ഒന്നുകൂടി എക്സ്പെരിമെന്റ് എന്താണ് എന്ന് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആണ്. ഇതിനെന്ത് ചെയ്തു, ഇവിടെ ഇതാണ് തിൻ ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തിൻ ഗോൾഡ് ഫോയിൽ ആണ്. അപ്പൊ ഇതിനെ അദ്ദേഹം എന്തിന്റെ ഉള്ളിലൂടെയാണ് കടത്തിവിടുന്നത്, ലെഡ് ബ്രിക്സിലൂടെയാണ് ഈ ഒരു ആൽഫ പാർട്ടിക്കിൾസിനെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ആൽഫ പാർട്ടിക്കിൾ ആണ് അല്ലെ. ഇവിടെ എത്തുമ്പോൾ അതെന്തായി, ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആയി. ഓക്കെ, അപ്പോ ഈ ഒരു സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസിനെ ബീം ആക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ് ബ്രിക്സിന്റെ ഉള്ളിലൂടെ അത് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഉള്ളിലൂടെ കൊളിമേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. കൊളിമേറ്റ് ചെയ്തിട്ട് ആൽഫ പാർട്ടിക്കിൾസിന്റെ ബീം കിട്ടും. ഓക്കെ, അതിനെ ഒരേ ഡയറക്ഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ് ബ്രിക്സിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നത്. ദെൻ അത് തിൻ ഗോൾഡ് ഫോയിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ഇവിടുന്ന് സ്കാറ്റർ ചെയ്യും അല്ലെ. അപ്പൊ സ്കാറ്റർ ചെയ്യുന്ന റേസിനെ എന്ത് ചെയ്തു, ഇവിടെ സ്ക്രീനിൽ ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട്, ഡിറ്റക്ടർ മീൻസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഡിറ്റക്ടറിൽ ഇതിനെ ഡിറ്റക്ട് ചെയ്യാണ്, ആൽഫ പാർട്ടിക്കിളിന്റെ സ്കാറ്റർ ചെയ്ത റേസിനെ ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എക്സ്പെരിമെന്റ്. ഇനി എന്തിനാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയത്, അല്ലെങ്കിൽ എന്താണ് ഈ എക്സ്പെരിമെന്റ് കണ്ടത്, എക്സ്പെരിമെന്റ് നിന്ന് കണ്ടെത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്താണ്, ദ ടോട്ടൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർഡ് അറ്റ് ഡിഫറെന്റ് ആംഗിൾ ഇൻ എ ഗിവൺ ഇന്റർവൽ ഓഫ് ടൈം. ഓക്കെ, അദ്ദേഹം ഇതിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ ഒരു തീറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗിൾ കാണുന്നുണ്ടാവും. ഈ ഒരു ഫിഗറിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്താണ്, നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ വരുന്ന ഡയറക്ഷൻ ആണിത്. ഓക്കെ, ദെൻ ഇത് ഇവിടെ ഒരു സ്കാറ്ററിംഗ് റേ ഉണ്ട്. ക്ലിയർ ആക്കി വരച്ചു തരാം. ഇത് ആൽഫ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇൻസിഡന്റ് ഡയറക്ഷൻ. ദെൻ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കാറ്റർ ചെയ്ത ഒരു റേ ആണ് ഇത് സ്കാറ്റർ ചെയ്ത ഒരു റേ ആണ്. ഓക്കെ, ഇവിടെയൊക്കെ സ്കാറ്റർ ചെയ്യുന്ന റേസ് ഉണ്ടാവും, പല ഡയറക്ഷനിലും സ്കാറ്റർ ചെയ്യും. നമ്മൾ ഒരു റേനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോർമൽ, അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന ഈ ഒരു ആക്സിസിൽ നിന്ന് ഈ സ്കാറ്ററിംഗ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്,
ഈ ഒരു നോർമലും അതുപോലെ ഈ സ്കാറ്ററിംഗ് ആംഗിളും തമ്മിൽ മേക്ക് ചെയ്യുന്ന തീറ്റയാണ് സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അദ്ദേഹം ഈ സ്കാറ്ററിംഗ് ആംഗിളും അതുപോലെ സ്കാറ്റർ ചെയ്ത ആൽഫ പാർട്ടിക്കിൾസിന്റെ എണ്ണവും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ഗ്രാഫ്. അപ്പൊ ഈ ഗ്രാഫിലേക്ക് നോക്കാം. ഇതിൽ എന്താണ് കാണിക്കുന്നത്? ഈ ഒരു എക്സ് ആക്സിസിൽ സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റയാണ് അല്ലെ, അതായത് സ്കാറ്ററിംഗ് ആംഗിൾ 20, 40, 60 എന്നിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. അതേസമയം ഈ ഒരു വൈ ആക്സിസിൽ നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ആണ്. നമ്പർ ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ഡിറ്റക്റ്റഡ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ആംഗിൾ കൂടുന്നതിനനുസരിച്ച്, സ്കാറ്ററിംഗ് ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ഈ സ്കാറ്റേർഡ് പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്താണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സ്കാറ്ററിംഗ് ആംഗിൾ കുറവാകുന്ന സമയത്ത് മാക്സിമം പാർട്ടിക്കിൾസ്, ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നുണ്ട്. ദെൻ സ്കാറ്ററിംഗ് ആംഗിൾ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയുന്നു. ഓക്കെ, ഒരു 180 ഒക്കെ ആവുന്ന സമയത്ത് എന്താണ്? സ്കാറ്ററിംഗ് ആംഗിൾ 180 ആവുന്ന സമയത്ത് സ്കാറ്റേർഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. ഓക്കെ, ഏറ്റവും ലോ ആവുന്നത് എപ്പോഴാണ്? ഒരു 10⁻⁻² താഴെ വരുന്നത് ആൽഫ പാർട്ടിക്കിളിന്റെ സ്കാറ്ററിംഗ് ആംഗിൾ ഏറ്റവും ഹൈ ആവുമ്പോഴാണ്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഇതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം കുറച്ച് കൺക്ലൂഷൻസ് ഒക്കെ നടത്തി. ദെൻ ഈ ഒരു ഗ്രാഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഇതാണ് സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതില് ഈ സ്കാറ്ററിംഗ് ആംഗിൾ ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് സ്കാറ്ററിംഗ് ആംഗിൾ ചെറുതാവുമ്പോൾ ഇവിടേക്കായിരിക്കും സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടാവുക. ഓക്കെ, സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾസ് ഈ ഒരു റീജിയനിൽ ഉണ്ടാവും. അതായത് ഈ ഒരു റേസ് ഒക്കെ എന്താണ്? സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ കുറവായിട്ടുള്ള റേസ് ആണ്. ഓക്കെ, ദെൻ തീറ്റ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സ്കാറ്ററിംഗ് ആംഗിൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ അദ്ദേഹം ഇതിൽ നിന്ന് വരച്ച ഗ്രാഫിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ എന്താ വെച്ചാൽ, തീറ്റ കുറവാകുന്ന സമയത്ത്, ഓക്കെ, സ്കാറ്ററിംഗ് ആംഗിൾ ഈ സൈഡിൽ വരുന്ന സമയത്ത് ഇവിടെയുള്ള സ്കാറ്റേർഡ് പാർട്ടിക്കിൾസിന്റെ എണ്ണം ഹൈ ആണ്. ദെൻ തീറ്റ ഇൻക്രീസ് ചെയ്ത് അത് 180 ആവുമ്പോഴേക്കും ഇവിടത്തെ സ്കാറ്ററിംഗ് ആൽഫ പാർട്ടിക്കിൾസ് ഒരുപാടുണ്ട്. ദെൻ ഇവിടെ എത്തുമ്പോഴത്തേനും സ്കാറ്ററിംഗ് ആൽഫ പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇവിടെ എത്തുമ്പോൾ എന്താണ്? വളരെ കുറവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗ് ആൽഫ പാർട്ടിക്കിൾസ് ഉള്ളത് തീറ്റ കുറവായിരിക്കുമ്പോൾ ഈ ഭാഗത്താണ്. ദെൻ ഏറ്റവും കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നത് തീറ്റ കുറവാകുമ്പോഴാണ്. ദെൻ ഏറ്റവും കുറവ് ആൽഫ പാർട്ടിക്കിൾസ് ഉള്ളത് തീറ്റ ഏറ്റവും ഹൈ വരുമ്പോൾ 180 വരുമ്പോഴാണ് ഏറ്റവും കുറവ് വരുന്നത്. ഓക്കെ, അതായത് ഇവിടുന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിൾ ബീം സ്കാറ്റർ ചെയ്യുന്നു. സ്കാറ്റർ ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? ഈ ഒരു ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്തു പോകും. ഓക്കെ, ദെൻ സം ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? തീറ്റ എന്നുള്ള ഒരു ആംഗിളിൽ സ്കാറ്റർ ചെയ്യും. ചില ആൽഫ പാർട്ടിക്കിൾസ് തീറ്റ എന്നുള്ള ഒരു ആംഗിളിൽ സ്കാറ്റർ ചെയ്യും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ദെൻ അദ്ദേഹം പറഞ്ഞു, ഈ തീറ്റ വളരെ ഹൈ ആവുമ്പോൾ, അതായത് തീറ്റ 180 ഒക്കെ ആവുമ്പോൾ വളരെ കുറവ് ആൽഫ പാർട്ടിക്കിൾസ് ബാക്കിലോട്ട് റിഫ്ലക്ട് ചെയ്യും. അതായത് അങ്ങോട്ട് ഇൻസിഡന്റ് ചെയ്തത് ഇങ്ങോട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് അദ്ദേഹം ഇതിൽ നിന്ന് കണ്ടെത്തിയ 3 കൺക്ലൂഷൻസ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം കുറച്ച് പോസ്റ്റുലേറ്റ്സ് കൊണ്ടുവന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു എന്താണ്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഫോയിൽ അല്ലെ. അതായത് ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇതില് ഏറ്റവും കുറവ് ആംഗിൾ ഏറ്റവും കുറവായിരിക്കുമ്പോഴാണ് ഏറ്റവും ഹൈ വാല്യൂ ഉള്ളത്, ആൽഫ പാർട്ടിക്കിൾസിന്റെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത്. അതായത്
ആൽഫ പാർട്ടിക്കിൾസ് വന്നിട്ട് തിൻ ഫോയിലിൽ ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് അധിക ആൽഫ പാർട്ടിക്കിൾസും മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസും പാസ് ചെയ്തു പോകുന്നു പറഞ്ഞു. ദെൻ ആൽഫ പാർട്ടിക്കിൾസ് ഒരു ആംഗിൾ തീറ്റയിൽ ആവുന്ന സമയത്ത് ആൽഫ പാർട്ടിക്കിൾസിന്റെ സ്കാറ്റർ ചെയ്യുന്ന എണ്ണം കുറവാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ബൗൺസ് ബാക്ക് ചെയ്യുന്നത് വെരി ഫ്യൂ ആണെന്ന്. എപ്പോഴാണ് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെയുള്ള ഗോൾഡ് ഫോയിലിലെ ന്യൂക്ലിയസുമായിട്ടാണ് ബോംബാർഡ് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയസ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. അപ്പൊ പോസിറ്റീവ് ചാർജും വരുമ്പോഴല്ലേ ഇവിടെ ബാക്കിലോട്ട് റിഫ്ലക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബാക്കിലോട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന്റെ സൈസ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. ഓക്കെ, അതായത് ആൽഫ പാർട്ടിക്കിൾ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു ഗോൾഡ് ഫോയിലിൽ. പിന്നെ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് വെരി സ്മോൾ ആണ്, വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ അങ്ങോട്ട് പോയ ആൽഫ പാർട്ടിക്കിള് പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസും പോസിറ്റീവ് ചാർജ് ആണ്. ദെൻ ആ പോസിറ്റീവ് ചാർജ് സെന്ററിൽ ഏറ്റവും കുറവായതുകൊണ്ടാണ് വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം ബാക്കിലോട്ട് റിഫ്ലക്ട് ചെയ്തത്. ഓക്കെ, ദെൻ ഇനി നമ്മുടെ ബീമില് ആൽഫ പാർട്ടിക്കിൾ ബീമിൽ ഒരു റേ ആണ് ഞാനിവിടെ കാണിച്ചത്. ദെൻ ആൽഫ പാർട്ടിക്കിളിന്റെ ബീമിൽ ഒരുപാട് ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. ആ ആൽഫ പാർട്ടിക്കിളിൽ അടുത്ത ആൽഫ പാർട്ടിക്കിൾ വരികയാണ്. അപ്പൊ അതെന്ത് ചെയ്യാണ്? ന്യൂക്ലിയസിന്റെ ഈ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ, ഈ രണ്ട് സൈഡിലാണ് വരുന്നതെങ്കിൽ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യൂല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിന് ഒരു ഡിഫ്ലക്ഷൻ വരും അല്ലെ. ഓക്കെ, അതൊരു ആംഗിളിലാണ് സ്കാറ്റർ ചെയ്യുക. ദെൻ അടുത്ത പാർട്ടിക്കിൾസ് വരുമ്പോൾ അതും ഒരു ആംഗിളിൽ സ്കാറ്റർ ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത ആൽഫ പാർട്ടിക്കിൾസ് വരുമ്പോൾ അതിന് ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ തീറ്റ മാറുന്നതിനനുസരിച്ച് ആൽഫ പാർട്ടിക്കിൾസിന്റെ ഈ ന്യൂക്ലിയസ് അദ്ദേഹം അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തെടുത്തതാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റ്, അദ്ദേഹം കണ്ടെത്തിയ പോസ്റ്റുലേറ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഇൻ ദ ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് അതിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ഓക്കെ, ആറ്റത്തില് അദ്ദേഹം കണ്ടെത്തിയ പോസ്റ്റുലേറ്റ്സ് ഞാൻ ബോർഡിലാക്കിയിട്ട് എഴുതാം, ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ത്? ആറ്റം കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ് സെന്റർ. ആറ്റത്തിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് സെന്റർ ഉണ്ട്. പോസിറ്റീവ് സെന്റർ കോൾഡ് ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റർ ആറ്റത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിലോട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ. പോസിറ്റീവും വരുമ്പോഴാണ് ബാക്കിലോട്ട് റിഫ്ലക്ട് ചെയ്യാതെ സെന്ററിലുള്ളത് മാത്രമാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തീറ്റ 180 ഡിഗ്രി ആകുമ്പോഴാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് അദ്ദേഹം കണ്ടെത്തിയതാണ് എന്ത്? ഈ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് കുറച്ച് സ്പേസിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറയാം? ന്യൂക്ലിയസിന്റെ സൈസ് വെരി സ്മോൾ ആണ്. ഓക്കെ, വെരി സ്മോൾ സൈസ് ആണ് ന്യൂക്ലിയസിന്റേത്. ബിഗ് സൈസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാതും ബാക്കിലോട്ട് റിഫ്ലക്ട് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ നല്ല സ്കാറ്ററിങ് വരുമായിരുന്നു അല്ലെ. വെരി സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അധികം ആൽഫ പാർട്ടിക്കിൾസും അതിലൂടെ പാസ് ചെയ്ത് പോയത്. ഓക്കെ, ഇതാണ് അദ്ദേഹം കണ്ടെത്തിയ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു എന്ത്? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നൊക്കെ ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ജെ തോംസണും പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഈ ഒരു ന്യൂക്ലിയസിനെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് സെന്ററിലാണ്, ആറ്റത്തിന്റെ സെന്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്ന് കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. അതുപോലെ ന്യൂക്ലിയസിന്റെ സൈസ് കുറവാണ് എന്നും അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, ഇതാണ് ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പും അതുപോലെ അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കൺക്ലൂഷൻസും അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റ്, അദ്ദേഹം അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട്, അതും എന്ത് ചെയ്യാ? പഠിച്ചു വെക്കാം. ഓക്കെ, ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
അദ്ദേഹം ഒരു റിപ്പൾസീവ് ഫോഴ്സിനെ കുറിച്ച് പറയും. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാറ്ററിംഗ് ഡാറ്റ ഷോൺ ഇൻ ഫിഗർ ക്യാൻ ബി അനലൈസ്ഡ് ബൈ എംപ്ലോയിങ് റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. As the gold foil is very thin, it can be assumed that alpha particle will suffer no more than one scattering during the passage. Therefore, computation of the trajectory of an alpha particle scattered by single nucleus is enough. Nuclei of helium atoms and therefore carry 2 units. Okay. Then ഇതിൽ എന്താണ് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഹീലിയം ആറ്റംസിന്റെ ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് അതിൽ എന്താണ് ഹീലിയം ആറ്റത്തില് 2 പ്രോട്ടോൺ ആണ് ഉണ്ടാവുക. ഓക്കെ, പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവും. അതുപോലെ 2 പ്രോട്ടോണും ദെൻ 2 പ്രോട്ടോണും ദെൻ 2 ഇലക്ട്രോണും ഉണ്ടാവും അല്ലെ. 2 ഇലക്ട്രോണും ഉണ്ടാവും. ദെൻ 2 യൂണിറ്റ്സ് ഓഫ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾസിൽ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആൻഡ് ഹാവ് ദ മാസ് ഓഫ് ഹീലിയം ആറ്റം. ദ ചാർജ് ഓഫ് ഗോൾഡ് ന്യൂക്ലിയസ്. ഗോൾഡ് ന്യൂക്ലിയസിന്റെ ചാർജ് നമുക്ക് ZE എന്ന് കൊടുക്കാം. അതായത് Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആറ്റം ആണോ, ഇവിടെ ഇപ്പൊ നമ്മൾ ഗോൾഡ് ആറ്റം എടുത്തത്, അപ്പൊ ഗോൾഡിന്റെ ആറ്റോമിക് നമ്പർ ആണ് Z വരിക. ഓക്കെ, ഇത് എന്താണ് ഇവിടെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആൽഫ പാർട്ടിക്കിൾസ് തിൻ ഗോൾഡ് ഫോയിലില് വന്നിട്ട് ബോംബാർഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ 2E ആണ്. ഓക്കെ, 2E ആണ് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വന്ന് ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് ഇതെന്താണ് ഗോൾഡ് ഫോയിലിൽ ഒരുപാട് ഗോൾഡ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, ഗോൾഡ് ആറ്റംസ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ഗോൾഡ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലേക്കാണ് ആര് വന്ന് ബോംബാർഡ് ചെയ്യുന്നത്, ഈ ആൽഫ പാർട്ടിക്കിൾ വന്ന് ബോംബാർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആരുണ്ട്, ഇവിടെ ഗോൾഡിന്റെ ന്യൂക്ലിയസ് ഉണ്ട്. ഗോൾഡിന്റെ ന്യൂക്ലിയസിൽ എന്തുണ്ടായിരിക്കും, ഗോൾഡ് എയുവിന്റെ ന്യൂക്ലിയസ് ആണ്. അപ്പൊ അതില് Z ആണ് എന്ന് വിചാരിക്കുക. ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ ആണ് Z. ദെൻ എത്ര E ഉണ്ടായിരിക്കും, Z ഇൻറ്റു E ആയിരിക്കും ഗോൾഡിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ ഓക്കെ Z ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ആറ്റം ഫോർ ഗോൾഡ്. Z ഈക്വൽ ടു 79 ആണ് വരുന്നത്. ഓക്കെ, ഗോൾഡ് ആണെങ്കിൽ 79 E വരും. വേറെ ഏത് ആറ്റാണോ അതിന്റെ ആറ്റോമിക് നമ്പർ Z ഇൻറ്റു E ചെയ്യാം. അത്രയായിരിക്കും അതിന്റെ എന്ത് ചെയ്യുന്ന അത് ക്യാരി ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റീസണബിൾ ടു അസ്യൂം ദാറ്റ് റിമെയിൻ സ്റ്റേഷനറി ത്രൂ ഔട്ട് ദ സ്കാറ്ററിംഗ് പ്രോസസ്. അണ്ടർ ദിസ് അസംഷൻ ദ ട്രാജക്ടറി ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ, അതായത് സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗോൾഡ് ഫോയിലിലെ ഗോൾഡിന്റെ ന്യൂക്ലിയസ് അതുപോലെ തന്നെ നിൽക്കുക ചെയ്യുന്നത്. ആൽഫ പാർട്ടിക്കിൾ ആണ് സ്കാറ്റർ ചെയ്യുന്നത് അല്ലെ. ദ ട്രാജക്ടറി ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ ക്യാൻ ബി കമ്പ്യൂട്ടഡ് എംപ്ലോയിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഓക്കെ, ആൽഫ പാർട്ടിക്കിളിന്റെ സ്കാറ്ററിംഗിന്റെ ട്രാജക്ടറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ട്. സെക്കൻഡ് ലോ എന്താ പറയുന്നത്, F ഈക്വൽ ടു MA എന്നാണ് അല്ലെ. F ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അത് വെച്ചിട്ടും അതുപോലെ കൂളംസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് കാണാനുള്ള 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാനുള്ള ലോ ആണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. അത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ആൽഫ പാർട്ടിക്കിളിന്റെ ട്രാജക്ടറി കാണാൻ പറ്റും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോഴ്സ് ആണ് അതിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അതായത് 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് കൂളും ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ ഇവിടെ Q1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജ് ഉണ്ട്, അതുപോലെ ഇവിടെ Q2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജ് ഉണ്ട്. അപ്പൊ ഈ 2 ചാർജുകൾ തമ്മിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, അതാണ് കൂളും ഫോഴ്സ് എന്ന് പറയുന്നത്. FC എന്ന് കൊടുക്കാം. 1/4πε0. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. Q1 Q2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചാർജ് ആൻഡ് സെക്കൻഡ് ചാർജ് ബൈ R². R² എന്ന് പറഞ്ഞാൽ R, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കൂളും ഫോഴ്സ് കാണാം. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ കണ്ടെത്തിയതാണ്. അതെങ്ങനെ വരും, ഇവിടെ 4πε0 ഉണ്ട്, ഇവിടെ ബ്ലാങ്ക് ആയി പോയതാണ്. ഓക്കെ, ഞാൻ ഇവിടെ എഴുതി കാണിക്കാം സ്ക്രീനിൽ. F ഇസ് ഈക്വൽ ടു എന്ത് വരും, നമ്മൾ പറഞ്ഞു
1/4πε0. അത് കോൺസ്റ്റന്റ് ആണ്. 1/4πε0. ദെൻ Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ചാർജ്. ഫസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ ഇൻസിഡന്റ് ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിൾ ആണ് ഒന്നാമത്തെ പാർട്ടിക്കിൾ അല്ലെ. ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് നമ്മൾ പറഞ്ഞു 2e. അതൊരു ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പൊ അതിന്റെ ചാർജ് 2e ആണ്. ഇത് 2 ആണ്, Z അല്ല. 2e. ഓക്കെ. ദെൻ രണ്ടാമത്തത് ന്യൂക്ലിയസ് ഓഫ് ദ ആറ്റം. അതായത് ഇവിടെ ഗോൾഡ് ഫോയിൽ ആണ് ആറ്റം. അപ്പൊ ഗോൾഡിന്റെ ആറ്റോമിക് നമ്പർ Z. ഗോൾഡിന്റെ ആറ്റോമിക് നമ്പർ Z ഇൻറ്റു E ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ചാർജ് ഡിവൈഡഡ് ബൈ അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഗോൾഡ് ഫോയിലിന്റെ ഗോൾഡ് ന്യൂക്ലിയസും അതുപോലെ ആൽഫ പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ R² എന്ന് എഴുതാം. ഇതാണ് എന്ത് ആൽഫ പാർട്ടിക്കിളും അതുപോലെ ഗോൾഡും തമ്മിലുള്ള ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. And the magnitude and the direction of force on an alpha particle continuously changes as it approaches the nucleus and resides away from it. Okay. അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അത് മാത്രം ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ഈ ഒരു എന്ത് പഠിച്ചാൽ മതി, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി അവിടുത്തെ ഫോഴ്സ് കാണാനുള്ള. ഓക്കെ. ആൽഫ പാർട്ടിക്കിളിന്റെ ട്രാജക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്ത് ആൽഫ പാർട്ടിക്കിൾ കൊമ്പൈഡ് ചെയ്യുമ്പോൾ സ്കാറ്റർ ചെയ്ത് പോകില്ലേ. ആൽഫ പാർട്ടിക്കിൾ തിൻ ഗോൾഡ് ഫോയിൽ നിന്ന് സ്കാറ്റർ ചെയ്യുന്ന. അപ്പോൾ ഓരോ റേസിനും ഓരോ പാത്തിലൂടെയാണ് അത് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. അപ്പൊ അതാണ് ട്രാജക്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാജക്ടറി മീൻസ് പാത്ത് എന്നാണ്. ആൽഫ പാർട്ടിക്കിൾസിന്റെ സ്കാറ്റർ ചെയ്ത പാത്ത്. ഓക്കെ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ടാർജറ്റ് ന്യൂക്ലിയസ് ആണ്. ഇതാണ് നമ്മുടെ ഗോൾഡ് ഫോയിലിന്റെ ന്യൂക്ലിയസ്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിൾ ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പൊ ആൽഫ പാർട്ടിക്കിൾസിന്റെ ബീമാണ് നമ്മുടെ ന്യൂക്ലിയസിൽ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്ത് ചെയ്യും? ഒരു റേ ടാർജറ്റ് ഒരു റേ ന്യൂക്ലിയസിന്റെ സെന്ററിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോംബാർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെയുള്ള ലൈന് അല്ലെ, ഏറ്റവും താഴെയുള്ള റേ നിങ്ങൾക്ക് കാണാം. ആരോയും ഇങ്ങോട്ടുള്ള ആരോയും കാണിക്കുന്നുണ്ട്. അത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. പ്ലേസ് ഓൺ പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺ നെഗറ്റീവ് ചാർജും ആണ്. ഓക്കെ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്താ ഉള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അതുകൊണ്ട് ഒരു ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ദെൻ പോസിറ്റീവും ഇവിടുന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിളും പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യും. അതുകൊണ്ട് അത് റിഫ്ലക്ട് ബാക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ദെൻ അടുത്ത ഒരു റേ, രണ്ടാമത്തെ റേ വരികയാണ്. രണ്ടാമത്തെ റേ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൽ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറവാണ്. എന്നാലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം സെന്ററിലല്ല, സെന്ററിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക. ദെൻ സെന്ററിൽ നിന്ന് കുറച്ച് മാറുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് ഡിഫ്ലക്ഷൻ, കുറച്ച് സ്കാറ്ററിങ് കുറച്ച് കുറയും. ദെൻ കുറച്ചുകൂടി അകലുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു സ്കാറ്ററിങ് അല്ലെങ്കിൽ ഈ ഒരു ഡിഫ്ലക്ഷൻ ഒന്നുകൂടി കുറയും. ദെൻ അതിന്റെ ആ ഒരു പാത്തിന്റെ കർവ് ഒന്നുകൂടി കൂടും. ഓക്കെ. ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടുത്തെ ഒരു ട്രാജക്ടറി എടുക്കുക. ഓക്കെ. ഈ ഒരു റേ, ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ വരുന്നത് കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മുടെ ന്യൂക്ലിയസ് ഇവിടെ ഉള്ളത്. അപ്പൊ പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസ് ഉണ്ടാവും. എങ്കിൽ പോലും ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലെയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു ട്രാജക്ടറിയിൽ അധിക ഡിഫ്ലക്ഷൻസ് ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു രീതിയിൽ വളരെ ഹൈ ആയിട്ട് വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യില്ല? ഈ ന്യൂക്ലിയസ് ഇതിനെ അഫക്ട് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഇതിലൂടെ ഗോൾഡ് ഫോയിലൂടെ ഈസി ആയിട്ട് പാസ് ചെയ്യും. സ്കാറ്ററിംഗ് ഒന്നും നടക്കില്ല. ഓക്കെ. അപ്പൊ ഈ ഒരു ന്യൂക്ലിയസിലേക്ക് ഫോക്കസ് ചെയ്ത് വരുന്ന കുറച്ച് റേസ് മാത്രമാണ് ഇങ്ങനെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ദെൻ അതേസമയം അധിക ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്? ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ ഈ ഒരു സ്ക്രീനിലേക്ക് ഇതുപോലെ ഈ ഏറ്റവും മേലുള്ളത് പോലെ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ദെൻ ഇതാണ് എന്ത് ചെയ്യുന്നത്? ട്രാജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ. ആൽഫ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിൽ വന്ന് ഇടിക്കുമ്പോൾ ഉള്ള ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തതിന്റെ ട്രാജക്ടറി അല്ലെങ്കിൽ പാത്ത് എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു പിക്ചർ, ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ ഇവിടെ ബി എന്ന് പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതും നമ്മളൊക്കെ എന്താണ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ബിനെ പറയുന്നത്, ഈ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പാക്ട് പാരാമീറ്റർ ആണ്. എന്താണ്? ഇമ്പാക്ട്
പാരാമീറ്റർ. അപ്പൊ എന്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇമ്പാക്റ്റ് പാരാമീറ്റർ. അപ്പൊ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൺസിഡർ ചെയ്യാം? ഈ ഒരു ന്യൂക്ലിയസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ന്യൂക്ലിയസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്സിസും കൺസിഡർ ചെയ്യുക. അതുപോലെ ഇവിടുന്ന് വരുന്ന ഒരു ആൽഫ പാർട്ടിക്കിൾ റേയും കൺസിഡർ ചെയ്യാം. അതും ന്യൂക്ലിയസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ന്യൂക്ലിയസിന്റെ ആക്സിസും അതുപോലെ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്. അപ്പോ ഇവിടെ ഒരുപാട് റേസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോന്നിന്റെയും ഇമ്പാക്ട് പാരാമീറ്റർ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഇമ്പാക്ട് പാരാമീറ്റർ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഓരോ ആൽഫ പാർട്ടിക്കിളിന്റെയും സ്കാറ്ററിങ് ഡിഫറെന്റ് ആണ്. ഓക്കെ, സ്കാറ്ററിങ് ആംഗിൾ ഡിഫറെന്റ് ആണ്. ദെൻ ഇമ്പാക്ട് പാരാമീറ്റർ കൂടുന്ന സമയത്ത് എന്തായിരിക്കും? സ്കാറ്ററിങ് കുറവായിരിക്കും. ഇമ്പാക്ട് പാരാമീറ്റർ ഏറ്റവും കുറവാകുന്ന സമയത്താണ് കൂടുതൽ ആംഗിളിൽ സ്കാറ്റർ ചെയ്യുന്നത്. ഓക്കെ, റൂദർഫോർഡിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡലിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് അഡ്വാൻറ്റേജുകളാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗിന്റെ അല്ലെങ്കിൽ റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലിന്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. സ്കാറ്ററിംഗ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ തിയറി ആൽഫ പാർട്ടിക്കിൾ ത്രൂ ഗോൾഡ് ഫോയിൽ ഈസ് എക്സ്പ്ലെയിൻഡ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ത്രൂ ഗോൾഡ്, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഫോയിൽ ഈസ് എക്സ്പ്ലെയിൻഡ്. അദ്ദേഹം എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിലൂടെയുള്ള ആൽഫ പാർട്ടിക്കിൾസിന്റെ സ്കാറ്ററിങ് എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്ലാനറ്ററി മോഡലിന്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് അറ്റോമിക് നമ്പർ. Classification of elements in the periodic table on the basis of atomic number. അറ്റോമിക് നമ്പറിനെ നമ്മൾ Z വെച്ചിട്ടാണ് അല്ലെ റെപ്രസെന്റ് ചെയ്യുക. അറ്റോമിക് നമ്പർ Z. ഓക്കെ, അതായത് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ടേബിൾ ആണ്. അപ്പൊ ആ ഒരു ടേബിളിൽ ഇപ്പോൾ ഉള്ള ടേബിളിൽ എന്താണ്? അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാൻ എന്ത് ചെയ്തു? ഈ ഒരു റൂദർഫോർഡിന്റെ തിയറി യൂസ് ചെയ്തിട്ട് പറ്റിയെന്നുള്ളത്. അതായത് ഓരോ ആറ്റം, ഇപ്പൊ ഇവിടെ നമ്മൾ ഗോൾഡ് ആറ്റം ആണ് കൺസിഡർ ചെയ്തത്, ഓരോ ആറ്റത്തിന്റെയും ഇതുപോലെയുള്ള ഈ ഒരു ഫോഴ്സ് എഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു Q1 Q2 by R² അല്ലെ. അവിടെ നമ്മൾ Q2 എന്ന് പറയുന്നത് ഏതാണ്? ഗോൾഡ് ആണ് എടുത്തത്. അപ്പൊ ഓരോ ആറ്റം വരുന്ന സമയത്തും ഈ ഒരു ചാർജിനനുസരിച്ച് ആ ഫോഴ്സിൽ മാറ്റം ഉണ്ടാവും, അതുപോലെ സ്കാറ്ററിങ്ങിനൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ആറ്റത്തിന്റെയും ആറ്റോമിക് നമ്പറിനനുസരിച്ചിട്ട് നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് മറ്റൊരു പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ആറ്റോമിക് ഓർബിറ്റ്സ് ആണ്. ഇലക്ട്രോൺ ഓർബിറ്റ്, സോറി ആറ്റോമിക് അല്ല, ഇലക്ട്രോൺ ഓർബിറ്റ്സ്. ഇതും എന്താണ്? റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം വെച്ചിട്ടാണ് ഇതും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വിച്ച് ഇൻവോൾവ്സ് ക്ലാസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ സ്ഫിയർ. അതായത് അദ്ദേഹം പറഞ്ഞത് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു അല്ലെ. വെരി സ്മോൾ മാസീവ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ്ഡ് ന്യൂക്ലിയസ് അറ്റ് ദ സെന്റർ സറൗണ്ടഡ് ബൈ റിവോൾവിംഗ് ഇലക്ട്രോൺ ഇൻ ദിയർ റെസ്പെക്റ്റീവ് ഡൈനാമിക്കലി സ്റ്റേബിൾ ഓർബിറ്റ്. അതായത് അദ്ദേഹം കണ്ടെത്തിയത് ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം കണ്ടെത്തിയത്
ആറ്റത്തിന്റെ സെന്ററിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഉള്ളത്. ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സെന്ററിൽ കേട്ടോ. ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? വെരി സ്മോൾ ആണ്. ആറ്റത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെരി സ്മോൾ സൈസ് ആണ്. ദെൻ അദ്ദേഹം ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു എന്ത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതായത് അദ്ദേഹം പറഞ്ഞു ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രോൺസിനെ അതിന്റെ ഓർബിറ്റില് ഇലക്ട്രോൺസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഓർബിറ്റില് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ ഒരു റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ വെച്ചിട്ട് ആണ് നമ്മൾ ഇലക്ട്രോൺ ഓർബിറ്റ് എന്താന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഈ ഒരു സർക്കുലർ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് പറയുക. ദെൻ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ എന്താണ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ, ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ എന്ത് ചെയ്തിരിക്കും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ. ദെൻ ആ ഫോഴ്സിന് നമുക്ക് Fe എന്ന് കൊടുക്കാം, ബിറ്റ്വീൻ ദ റിവോൾവിംഗ് ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ്. ഓക്കെ. ദെൻ ഈ ഒരു ഫോഴ്സ്, അതായത് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസും അതുപോലെ ഇലക്ട്രോണും തമ്മിലുള്ള ഈ ഒരു ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. അപ്പൊ ആ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രോൺ ഇതിലൂടെ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ ഇലക്ട്രോൺ ഇതിലൂടെ റിവോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, സെൻട്രിപിറ്റൽ ഫോഴ്സ് Fc വേണം അല്ലെ. സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്, ഈ ഒരു Fe അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് Fc പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അതിൽ നിന്ന് നമുക്ക് എഴുതാം എന്ത്, Fe ഈക്വൽ ടു Fc എന്ന് എഴുതാം. ഓക്കെ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് കൂളംബ് ഫോഴ്സ് കൊടുക്കുന്നത്. ദെൻ കൂളംബ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, mv²/r ആണ് കൂളംബ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1 ഇവിടെ 4πε0 എന്നുണ്ട് കേട്ടോ. 4 അവിടെ ഉണ്ട്, ബാക്കി πε0 എന്നുണ്ട്. എന്തോ ഒരു ഇതിന്റെ മിസ്റ്റേക്ക് ആണ്, ഡോക്യുമെന്റിന്റെ മിസ്റ്റേക്ക് ആണ്. 4πε0 എന്ന് കൂടി ഉണ്ട്. ദെൻ അതിന്റെ കൂടെ എന്ത് വരും, e²/r². എന്താണ് e² വരാൻ കാരണം, ഓക്കെ. e² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ ഇലക്ട്രോണിന്റെ ചാർജും അതുപോലെ ന്യൂക്ലിയസിന്റെ ചാർജും കൂടിയാണ് ഈ ഒരു e² എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. രണ്ട് ചാർജ് Q1 Q2/r² എന്നുള്ള ഇവിടെ എന്ത് എഴുതി, E × E/r² എന്ന് എഴുതി. ഓക്കെ. അപ്പൊ e²/r² വരും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടെത്താൻ പറ്റും. ഓക്കെ. നമ്മൾ അവിടെ എന്താണ് കൊടുത്തിരുന്നത്, mv²/r 1/4πε0 e²/r². ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു mv² ഇവിടെ താഴോട്ട് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ r² ഇങ്ങോട്ട് മുകളിലോട്ടും കൊണ്ടുവരാം. ഓക്കെ. അങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് വരും, ഇവിടെ r²/r ഈക്വൽ ടു 1/4πε0 e²/mv² എന്ന് വരും. ഓക്കെ. അപ്പൊ r²/r എന്ത് വരും, r എന്ന് മാത്രം വരും അല്ലെ. ഇവിടെ r എന്ന് മാത്രം വരും. r ഈക്വൽ ടു 1/4πε0 e²/mv² എന്ന് വരും. ഓക്കെ. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്. r is equal to e² ഇവിടെ 4πε0 എന്നുണ്ട് കേട്ടോ. πε0 mv². ഓക്കെ. ഇതാണ് റേഡിയസ്. എന്തിന്റെ റേഡിയസ് ആണ്, നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യും, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന പറഞ്ഞു. റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ഇങ്ങനെ ഈ ഒരു ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിന് എന്തുണ്ടായിരിക്കും, ഇലക്ട്രോൺസിന് ഒരു എനർജി ഉണ്ടായിരിക്കും അല്ലെ. ആ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെയും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും. ദെൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഫ് mv² ആണ്. ഓക്കെ. ഹാഫ് mv² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു e²/8. ഇവിടെയും πε0 എന്നുണ്ട്. 8π
ε0 r എന്ന് വരും. അതെങ്ങനെ വരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്. അതായത് mv²/r എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/4πε0 e²/r² ആണ്. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാഫ് mv² ആണ് അല്ലെ? ഹാഫ് mv² ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താ? ഈ ഒരു ആറിനെ ഇവിടുന്ന് ഒഴിവാക്കി. ഓക്കെ, mv²/r ആറിനെ ഒഴിവാക്കി നമ്മൾ ആറിനെ ഇങ്ങോട്ട് അപ്പുറ സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന സമയത്ത് എവിടെ വരും? 6 ഇവിടെ വരും. ഓക്കെ, ബാക്കി ഇവിടെ എന്താ ഉള്ളത്? mv² മാത്രം ഉള്ളത്. ദെൻ ഇവിടെ കൈനറ്റിക് എനർജി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് mv² വരണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹാഫ് കൊടുക്കാം. ദെൻ ഇവിടെയും എന്ത് വരും? ഒരു ഹാഫ് വരും. ഹാഫ് വരുന്ന സമയത്ത് ഇവിടെ 2 × 4 എന്നുള്ളത് 8 വരും. ഓക്കെ, ഇവിടെ 8 എന്ന് വരും. ദെൻ അതുപോലെ ഇവിടെ ഒരു ആറും ഇവിടെ r², താഴെ ഇവിടെ മേലെ ആറും ഇവിടെ r² ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 6 ക്യാൻസൽ ചെയ്യാം. ദെൻ ബാക്കി എന്ത് വരും? vr പോയി. ദെൻ ഇവിടുത്തെ ഒരു ആറും പോയി. ബാക്കി 8πε0r എന്ന് വരും. അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? e²/8πε0r. ഓക്കെ, ദെൻ അതുപോലെ പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ U is equal to ഇവിടെയും πε0 എന്നുണ്ട്. 4πε0r എന്ന് വരും. ഇൻ ടോട്ടൽ നമുക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു e²/8πε0r. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി U എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e²/4πε0r എന്ന് വരും. ഓക്കെ, ദെൻ ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി എന്ത് കിട്ടും? E is equal to k plus u. Then this plus this. അതായത് ഇവിടെ e². that is equal to എന്ത് വരും? ഓക്കെ, ഇവിടെ നമുക്ക് 8 കോമൺ ആക്കിയിട്ട് കൊടുക്കാം. അതായത് ഒരു ഇവിടെ ഡിനോമിനേറ്ററിൽ 8πε0 ആണ്, ഇവിടെ 4πε0 ആണ്. അപ്പൊ ഈ രണ്ടാമത്തെ ടേമിന് എന്ത് ചെയ്താൽ മതി? 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ താഴെ 8πε0 വരും. ദെൻ ഇൻ ടോട്ടൽ ഇവിടെ മൈനസ് ആണ് വരുന്നത്, പ്ലസ് അല്ല. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ മൈനസ് e² മൈനസ് 2e², ഇവിടെ ഒരു മൈനസ് വരും. ഓക്കെ, അപ്പൊ ബാക്കി എന്ത് വരും? -e²/8πε0r എന്ന് വരും. ഇതാണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്ത് വരും? -e²/8πε0r. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ആറ്റോമിക് സ്പെക്ട്രയാണ് പറയുന്നത്. അപ്പൊ ആറ്റോമിക് സ്പെക്ട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ each element has a characteristic spectrum. ഓരോ എലമെന്റിനും എന്താണ്? ഒരു സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, which it emits when an atomic gas or vapor excited at a low pressure, usually by passing an electric current through it. An emitted radiation has a spectrum which contains certain specific wavelength only. Spectrum of this kind is termed as emission line spectrum. ഓക്കെ, അപ്പൊ ലൈൻ സ്പെക്ട്രത്തെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആറ്റോമിക് സ്പെക്ട്ര ഏതുണ്ട്? എമിഷൻ സ്പെക്ട്രം ഉണ്ട്, അതുപോലെ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട്. ഓക്കെ, emission spectrum and absorption spectrum. ഓക്കെ, ഒരു ആറ്റത്തിൽ ഓർബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിലെ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസിഷൻ നടക്കുന്നതിനനുസരിച്ചാണ് ഈ ഒരു സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ഇതുപോലെ സ്പെക്ട്രം ഉണ്ടായിരിക്കും. ഇതൊരു സ്പെക്ട്രത്തിന്റെ, ഒരു എമിഷൻ ലൈൻ സ്പെക്ട്രത്തിന്റെ
പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഓരോ എലമെന്റിനും ഇത് ഏതിന്റെയാണ്? ഇത് ഹൈഡ്രജന്റെയാണ്. ഓക്കെ, ഇതുപോലെ ഓരോ എലമെന്റിനും എന്തുണ്ടായിരിക്കും? സ്പെക്ട്രം ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? ഈ എലമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാസിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത്, സോറി, ഇലക്ട്രോണിന്റെ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. ഓക്കെ, എനർജി എമിഷൻ നടക്കും. അപ്പൊ അതിനനുസരിച്ച് കിട്ടുന്ന സ്പെക്ട്രം ആണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എമിഷൻ സ്പെക്ട്രത്തിൽ എന്താ ഉണ്ടാവുക? ബ്രൈറ്റ് ലൈൻസ് ഓൺ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ബ്രൈറ്റ് ലൈൻസ് ഓൺ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് പറയും. അതുപോലെ ദ ആറ്റോമിക് എമിറ്റഡ് ബൈ ദ ആറ്റോമിക് ഹൈഡ്രജൻ ഈസ് ഷോൺ ദ സ്റ്റഡി ഓഫ് എമിഷൻ. ഓക്കെ, ഇതിൽ എന്താണ്? ഹൈഡ്രജന്റെ എമിഷൻ ലൈൻ സ്പെക്ട്രം ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ അതായത് ഈ ഒരു സ്പെക്ട്രത്തിനെ കൊണ്ടുള്ള യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഈ ലൈൻ സ്പെക്ട്ര, ഓരോ എമിഷൻ ലൈൻ സ്പെക്ട്ര കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു ഫിംഗർ പ്രിന്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിംഗർ പ്രിന്റ് പോലെ യൂസ് ചെയ്യാം. അങ്ങനെ പറയാൻ കാരണം എന്താ? അതായത് ഒരു ആറ്റം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ലൈറ്റ് പാസ്, ഓക്കെ, ഒരു ഗ്യാസിലേക്ക് വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ട്രാൻസ്മിറ്റർ ലൈറ്റ് കിട്ടും. അതിന് നമ്മൾ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡാർക്ക് ലൈൻസ് കാണാൻ പറ്റും. സ്പെക്ട്രത്തിലെ ഡാർക്ക് ലൈൻസ് കാണാൻ പറ്റും. ദെൻ ആ ഡാർക്ക് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേവ് ലെങ്ത്സ് എന്ന് പറഞ്ഞാൽ ആ വേവ് ലെങ്ത്സ് അബ്സോർബ് ചെയ്തത് കൊണ്ടാണ് അവിടെ നമുക്ക് ഡാർക്ക് ലൈൻ ആയിട്ട് കാണുന്നത്. ദെൻ അതുപോലെ വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്ത ലൈൻ സ്പെക്ട്രത്തെ നമ്മൾ പറയുന്നത് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാണ്. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട്, അതുപോലെ എമിഷൻ ലൈൻ സ്പെക്ട്രവും ഉണ്ട്. അതാണ് ആറ്റത്തിന്റെ രണ്ട് സ്പെക്ട്രങ്ങൾ. ഓക്കെ, ദെൻ വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ, ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എമിഷൻ സ്പെക്ട്രം ആണെന്ന് പറയും. അതുപോലെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ, സോറി, ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ലൈൻസ് ആണെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണെന്ന് പറയും. ഈ സ്പെക്ട്രൽ സീരീസ് ഒക്കെ ഡിലീറ്റഡ് പോർഷൻ ആണ്, എക്സാമിനൊന്നും ഉണ്ടാവില്ല, അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് ബോർ മോഡൽ ആണ്. ബോർ മോഡൽ ഓഫ് ആറ്റം. അപ്പോ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്താണ്? കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് 3 ഡ്രോബാക്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ ഡ്രോബാക്സ് കാരണം, അല്ലെങ്കിൽ ആ ഡ്രോബാക്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അടുത്തൊരു ആറ്റം മോഡൽ കൊണ്ടുവന്നത്. ഓക്കെ, അത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ബോർ ആറ്റം മോഡലിലേക്ക് കടക്കുന്നതിന് മുമ്പ് റൂദർഫോർഡിന്റെ എന്തൊക്കെയായിരുന്നു പറയാം. ഓക്കെ, അതായത് നമ്മുടെ തോംസൺ പറഞ്ഞിരുന്നു എന്താണ്? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, സ്റ്റേബിൾ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. ദെൻ റൂദർഫോർഡ് എന്ത് ചെയ്തിട്ടില്ല? ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നതാണ്. സ്റ്റെബിലിറ്റിയെ കുറിച്ച് റൂദർഫോർഡ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, എങ്ങനെയാണ് ആറ്റത്തിന് സ്റ്റേബിൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല. പിന്നെ രണ്ടാമത്തെ ഈ ഒരു അദ്ദേഹം പറഞ്ഞു സെന്ററിലെ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺ അതിന് ചുറ്റും റിവോൾവ് ചെയ്യാണ് ഓർബിറ്റില് എന്നൊക്കെ പറഞ്ഞു. ദെൻ ഇങ്ങനെ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? ഒരു ഓർബിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരുന്നാല് എന്ത് ചെയ്യും? അതിന്റെ എനർജി കൂടെ കൂടെ കുറയാൻ തുടങ്ങും. കുറഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിന്റെ പാത്ത് ഇങ്ങനെ ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്തിട്ട് അത് ഈ ന്യൂക്ലിയസിലേക്ക് ഫാൾ ഓഫ് ചെയ്യും. ഓക്കെ, ദ എനർജി ഓഫ് ഇലക്ട്രോൺ കണ്ടിന്യൂസ്ലി ഡിക്രീസ് ആൻഡ് ദ ഇലക്ട്രോൺ സ്പൈറൽ ഇൻ ടു ദ ന്യൂക്ലിയസ്. അതായത് സ്പൈറൽ ചെയ്തിട്ട് ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് ഫാൾ ചെയ്യും.
ഓക്കെ, അങ്ങനെയാവുമ്പോ എന്ത് ചെയ്യാണ്, ഈ ഒരു ആറ്റം സ്റ്റേബിൾ ആണ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇങ്ങനെ ആവാൻ പാടുണ്ടോ? ഇല്ല. എനർജി, ആറ്റത്തിന്റെ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എനർജി ഇങ്ങനെ ഡിക്രീസ് ചെയ്യാനൊന്നും പാടില്ല. അപ്പൊ അദ്ദേഹം ഇതിനും എന്ത് ചെയ്തിട്ടില്ല, ഒരു എക്സ്പ്ലനേഷന് കൊടുത്തിട്ടില്ല. ഇതും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, എക്സ്പ്ലനേഷന് നൽകിയില്ല. ഓക്കെ, അതായത് അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം ഇലക്ട്രോണ് റിവോൾവ് ചെയ്തിട്ട് സ്പൈറൽ ചെയ്തിട്ട് ന്യൂക്ലിയസിലേക്ക് വീഴും. അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഡസൻ എക്സ്പ്ലെയിൻ ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ്. ഓക്കെ, ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ്, അതായത് ഓരോ ആറ്റത്തിനും ഒരു ലൈൻ സ്പെക്ട്രം ഉണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇത് മൂന്നുമാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഹി ഡസന്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി. ഓക്കെ, സെക്കൻഡ് വൺ എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം അദ്ദേഹം പറഞ്ഞു ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അദ്ദേഹം എന്താണ്, ഓർബിറ്റിൽ ഇലക്ട്രോൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ എനർജി കുറച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എനർജി കുറഞ്ഞത് അതിന്റെ ന്യൂക്ലിയസിലേക്ക് സ്പൈറൽ ചെയ്ത് വീഴും. പക്ഷെ അത് എന്ത് ചെയ്യില്ല, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വീഴാതിരിക്കുന്നത്. ആ രീതിയിൽ അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തില്ല. ദെൻ മൂന്നാമത്തത്, അദ്ദേഹം എന്ത് ചെയ്തില്ല, ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്രത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ ഒരു ഡ്രോബാക്ക് കാരണം അടുത്ത ഒരു മോഡൽ കൊണ്ടുവന്നു, ആര്, ബോർ. ഓക്കെ, നീൽസ് ഹെൻറിക് ഡാവിഡ് ബോർ ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തു ഈ ഒരു ലിമിറ്റേഷൻസിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് റൂദർഫോർഡിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ആ മൂന്ന് മേജർ ലിമിറ്റേഷൻസ് ആണുള്ളത്. ഓക്കെ, ഇതാണ് ആ ഒരു ഇലക്ട്രോണിന്റെ സ്പൈറൽ ആയിട്ട് വീഴുമെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇങ്ങനെ സ്പൈറൽ ആയിട്ട് പ്രോട്ടോൺ ഹൈഡ്രജൻ ന്യൂക്ലിയസിലേക്ക് ഫാൾ ഓഫ് ചെയ്യും. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. അപ്പൊ അതിനൊന്നും അദ്ദേഹം അതെങ്ങനെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുവന്നു എന്നൊന്നും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബോർ ആറ്റം മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ പോസ്റ്റുലേറ്റ് തന്നെയാണ് മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് പഠിക്കാനുള്ള, ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ്. ദെൻ അതിന്റെ ഒരു ഡെറിവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ റേഡിയസിന്റെ അതൊന്നും പഠിക്കണ്ട, അതൊന്നും സിലബസിൽ ഇല്ല. പക്ഷെ ഈ ഒരു ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തായാലും പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, 1, 2, 3 അല്ലെ, 3 പോസ്റ്റുലേറ്റ്സ് ആണല്ലോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ബോസ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് സ്റ്റേറ്റ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം കുഡ് റിവോൾവ് ഇൻ സർട്ടൻ സ്റ്റേബിൾ ഓർബിറ്റ് വിതൗട്ട് ദ എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി. ഓക്കെ, അപ്പൊ അദ്ദേഹം ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്, ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം റിവോൾവ് ഇൻ സർട്ടൻ സ്റ്റേബിൾ ഓർബിറ്റ് വിതൗട്ട് എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി. അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർബിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഓർബിറ്റ് എന്താണ്, സ്റ്റേബിൾ ഓർബിറ്റ് ആണ്. ഓക്കെ, സ്റ്റേബിൾ ഓർബിറ്റ് ആണ്. അതുപോലെ വിത്തൗട്ട് എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി, എനർജി എന്ത് ചെയ്യുന്നില്ല, റേഡിയേറ്റ് ചെയ്യുന്നില്ല. എനർജി റേഡിയേറ്റ് ചെയ്യാതെയാണ് ഇവിടെ ആരെയുന്നത്, ഇലക്ട്രോൺ ഓർബിറ്റിൽ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ദിസ് പോസ്റ്റുലേറ്റ് ഈച്ച് ആറ്റം ഹാസ് certain definite stable state in which it can exist. ഓക്കെ, അതായത് ഇതനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഓരോ ഇലക്ട്രോണും അല്ലെങ്കിൽ ഓരോ ആറ്റത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ആറ്റത്തിലും ഡെഫിനറ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ സ്റ്റേറ്റുകൾ ഉണ്ട്. അതുകൊണ്ട് ടോട്ടൽ എനർജി എന്ത് ചെയ്യുന്നില്ല, ആൻഡ് ഈച്ച് പോസിബിൾ സ്റ്റേറ്റ് ഹാസ് ഡെഫിനറ്റ് ടോട്ടൽ എനർജി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിനെ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റിനെ പറയുന്ന പേരാണ് എന്ത്, സ്റ്റേഷനറി സ്റ്റേറ്റ്. സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ആറ്റം, അതായത് ഓരോ ആറ്റത്തിനും സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, ആറ്റത്തിന്റെ സ്റ്റേബിൾ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ദെൻ ആ ഒരു ആറ്റത്തിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് സ്റ്റേഷനറി സ്റ്റേറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിഫൈൻ ദി സ്റ്റേബിൾ ഓർബിറ്റ്. ഓക്കെ, ഈ സ്റ്റേബിൾ ഓർബിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ഏതാണ് ഈ ഓർബിറ്റ്സ്, the orbits for which angular momentum is some integral multiple of h by 2 pi. ഓക്കെ, h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ കാണാതെ പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ദെൻ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, L ഈക്വൽ ടു NH by 2 pi, അതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഈ ഒരു NH by 2 pi എന്ന് വരുന്ന ആംഗുലാർ മൊമെന്റ് ഉള്ള ഓർബിറ്റുകളാണ് എന്ത് ചെയ്യുന്നത്,
ഈ ഒരു ആറ്റത്തില് അല്ലെങ്കിൽ ആ ഒരു ഓർബിറ്റിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ദെൻ തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്പെക്ട്രത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇത് സ്റ്റേറ്റ് ഇലക്ട്രോൺ മൈറ്റ് മേക്ക് എ ട്രാൻസിഷൻ ഫ്രം വൺ ഓഫ് ഇറ്റ് സ്പെസിഫൈഡ്. അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും, അത് നിൽക്കുന്ന അല്ലെങ്കിൽ നോൺ റേഡിയേറ്റിംഗ് ആണ് ഓർബിറ്റ്സ് എന്ന് പറഞ്ഞു, അത് നിൽക്കുന്ന ഓർബിറ്റിൽ നിന്ന് ഒരു ലോവർ എനർജി ഓർബിറ്റിലേക്ക്, ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഫോട്ടോൺ ഇങ്ങനെ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്, എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഈ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും തമ്മിലുള്ള Hν, അതാണ് ഫോട്ടോണിന്റെ എനർജി. Hν ഇസ് ഈക്വൽ ടു EI മൈനസ് EF. EF എന്ന് പറഞ്ഞാൽ, EI എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തിയ ആ സ്റ്റേറ്റിന്റെ എനർജിയാണ് EI. ദെൻ ലോവർ എനർജി സ്റ്റേറ്റിലേക്കല്ലേ ട്രാൻസിഷൻ നടന്നത്, ആ ലോവർ എനർജി സ്റ്റേറ്റിന്റെ എനർജിയാണ് EF എന്ന് പറയുന്നത്. അത് രണ്ടിലും തമ്മിലുള്ള എനർജി ഡിഫറൻസിന് ഈക്വൽ ആണ് Hν എന്ന് പറയുന്ന ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിച്ചതാണ് തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും, ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ജമ്പ് ചെയ്യുന്ന സമയത്ത് അത് ഫോട്ടോണിനെ എമിറ്റ് ചെയ്യും. അത്ര ഓർത്തു വെച്ചാൽ മതി. ദെൻ ഈ ഒരു ഇക്വേഷനും ഓർത്തു വെക്കുക, ഫോട്ടോണിന്റെ എനർജി Hν ഇസ് ഈക്വൽ ടു EI മൈനസ് EF. ഓക്കെ, ദെൻ തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് നിർത്താണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.